ഹലോ ഹായ്. ഇപ്പം പുറത്തുനിന്ന് അപ്പത്തിൻ്റെ മാവൊക്കെ മേടിച്ച് പാലിലൊക്കെ മുക്കി തിന്നുമ്പം മരം പോലെ ഇരിക്കും അല്ലേ, അല്ലെങ്കിൽ റബ്ബർ പോലെ ഇരിക്കും ദോശയുടെ മാവ് അല്ലേ. സത്യത്തിൽ പിറ്റേ ദിവസം ആകുമ്പോൾ പിന്നെ അതിൻ്റെ അവസ്ഥ പറയണ്ട. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. പിന്നെ നിങ്ങളാരും മധുരം കഴിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ഫ്രൂട്ടിൻ്റെ അകത്തുള്ള മധുരങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ഞാവൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഷുഗർ കൺട്രോൾ ആകാൻ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും അതിൻ്റെ കുരു എടുത്തിട്ട് ഉണക്കി പൊടിച്ചിട്ട് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. തരാം. ഞാവൽപ്പഴത്തിൻ്റെ മോന് തരാവേ. ഞാവൽപ്പഴം കഴിച്ചിട്ട് ഞാവൽപ്പഴത്തിൻ്റെ കുരു എടുക്കുക. അത് കഴുകിയിട്ട് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉണക്കാൻ വെക്കുക. ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുടിക്കുന്ന ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാം. അല്ലെങ്കിൽ പാല് കാച്ചിയിട്ട് മധുരം ഇല്ലാതെ അതിൽ കലക്കി നല്ല മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട് ഡെയിലി കുടിച്ചാൽ നിങ്ങളുടെ ഷുഗർ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഇല്ലാതാകുന്നു. ഷുഗർ എന്ന അസുഖം നിയന്ത്രിക്കുന്നു ഞാവൽ നമ്മുടെ ശരീരത്തിന് മഴക്കാലത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് ഷുഗർ ഇല്ലാത്തവർക്ക് കഴിക്കാവാന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് കഴിക്കാം. ഷുഗർ ഉള്ളവർക്ക് വളരെ ഇഫക്റ്റീവാണ്. അതിൻ്റെ മാജിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. 3 മാസം അതിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയുന്നു. അപ്പം മറക്കണ്ട, മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ഫ്രൂട്ട് നല്ല വൃത്തിയായിട്ട് മഞ്ഞൾ, ഉപ്പ്, ഒരുപാട് രാസവസ്തുക്കൾ, കെമിക്കൽസ് അടിച്ചിട്ട് വരുന്നതാണ്. നല്ല വൃത്തിയായിട്ട് 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ പ്രപഞ്ചത്തിലെ, നമ്മുടെ പ്രകൃതിയിലെ അള്ളാഹു തന്ന എല്ലാ ഫ്രൂട്ടുകളും അത് കഴിക്കുക. അത് കഴുകുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ. അപ്പം ഞാൻ രാവിലെ പാല് മധുരമില്ലാതെ, കഴിഞ്ഞ ദിവസം വ്ലോഗ് ചെയ്തപ്പോൾ അണ്ടാവിലാണ് ആ പാല് കുടിക്കുന്നത്. ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രാകരുത്. ഓക്കെ. നിങ്ങളുടെ ശരീരം പോലല്ല എൻ്റെ ശരീരം. അതിനകത്ത് എൻ്റെ പടച്ചവൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും ഈ എളിയവളെയും കൂടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ. പിന്നെ ബിസ്ക്കറ്റിൽ കോഴിയുടെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടു. നോ, ഞാനത് അറിഞ്ഞത് മാത്രമേ അത് ശരിയെന്ന് പറയത്തുള്ളൂ. അതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. പിന്നെ അതൊക്കെ പോട്ടെ. എനിക്കിഷ്ടമുള്ള ബിസ്ക്കറ്റാണ് ഹൈഡ് ആൻഡ് സിൽക്കാണ്. അപ്പം രാവിലെ ലഘുവായിട്ട് 2-3 ബിസ്ക്കറ്റ് തിന്നാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തരാം. എന്നാ ഇതിൽ എടുത്തോ മോൻ. പൊടിക്കരുത്, മുക്കി തിന്നണേ. പാലുമായിട്ട് മുക്കി തിന്നെ. ഫുഡ് കഴിക്കുന്നവർ നല്ലതായിട്ട് കഴിക്കട്ടെ. മനസ്സിലായോ? അൽഹംദുലില്ലാ. എല്ലാവരും നന്നായിരിക്കട്ടെ. എന്തിനാണ് അസൂയയും കുശുമ്പും ഒക്കെ? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നന്നാവത്തില്ല. അത് മനസ്സിലാക്കുക. അസൂയയും കുശുമ്പും വെച്ചിട്ട് നമ്മൾ ഈ ദുനിയാവിൽ ഒരിക്കലും നന്നാവില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല.
ഉള്ളൊടുത്ത കാലം നല്ല മനസ്സോടുകൂടി ജീവിക്കാൻ, മരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, താങ്ക് യു.